വേറെ വല്ല ചോദ്യമുണ്ടോ? വേറെ വല്ല ചോദ്യമുണ്ടോ? അല്ല, അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാനിവിടെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് മീറ്റ് ദ പ്രസിന്. മനസ്സിലായി? ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4-5 പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കും. റേപ്പ് കേസില് പ്രതിക്കെതിരായിട്ട് നടപടിയെടുക്കാത്ത പാർട്ടിയുടെ മാധ്യമങ്ങളും അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റിയുള്ള ഒരു പാർട്ടി വേറെ ഏതുണ്ട്? മോഷണ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നതിനെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. എന്നിട്ടാണ് ഇവന്ന് വലിയ വർദ്ധനം പറയണത്. മോഷണ കേസിൽ അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റി അവിടുത്തെ ദ്വാരപാലക ശില്പം കൊണ്ട് കോടീശ്വരന് വിറ്റ ഭൂലോക കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. അല്ല, പിന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരുടെ പേരൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. റേപ്പ് കേസില് പ്രതിക്കെതിരായിട്ട് നടപടിയെടുക്കാത്ത പാർട്ടിയുടെ മാധ്യമങ്ങളും അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. അല്ല, അതൊക്കെ ക്ലിയർ ആണ്. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് ഓൺ ദാറ്റ്. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പൊ എല്ലായിടത്തും ചെന്നിട്ട് എല്ലായിടത്തും വന്നിട്ട് എല്ലാ മീറ്റ് ദ പ്രസിനും വന്നിട്ട് കൈരളിയിലും ദേശാഭിമാനിയിൽ നിന്നും കുറെ റിപ്പോർട്ടർമാർ വന്നിട്ട് അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ നിന്നും മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട. മനസ്സിലായോ? ആരും വിചാരിക്കണ്ട, അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട. അത്ര വലിയ കൊള്ളയാണ്. ദൈവത്തിന്റെ സ്വർണമാണ് അടിച്ചു മാറ്റിയത്. അതിന് പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ട്. അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു 10 പ്രാവശ്യം ചോദിച്ചാലൊന്നും കാര്യമില്ല. റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവരാണ് ഈ വർത്തമാനം വന്ന് ചോദിക്കുന്നത്. എന്നിട്ടിപ്പോ ഞാൻ വായിച്ചില്ല, മറ്റേ വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചതിന്റെ പേരിൽ ഏരിയ സെക്രട്ടറിന്ന് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. എന്നാ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും. വേറെ വല്ല ചോദ്യമുണ്ടോ? അല്ല, അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാനിവിടെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് മീറ്റ് ദ പ്രസിന്. മനസ്സിലായി? ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4-5 പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കും. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ. പത്രസമ്മേളനം നടത്തൂല, മീഡിയയെ കാണൂല, കണ്ട 50 മിനിറ്റ് മറ്റേ റേഡിയോയാണ്. ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കണം. എന്നിട്ടൊരു 4 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ചോദിച്ചു പോകും. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആളുകൾ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5-10 പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, ഇത് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസ് ആണ്. അത് മനസ്സിലാക്കി ചോദിച്ചാൽ നന്നാണ്. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല.